ചതിയും വഞ്ചനയും ശീലമാക്കിയ കൗരവപ്പടയെ ജയിക്കാൻ അവർക്കൊരാളുടെ സഹായം വേണ്ടി വന്നു. ഘോരയുദ്ധം 18 ദിവസം നീണ്ടു നിന്നിട്ടും ആയുധമെടുക്കാതിരുന്ന മധുരാനാഥൻ ഈ വീടിനെ മാത്രമല്ല, നാടിനെ ഒന്നാകെ രക്ഷിക്കാൻ ആ അവതാരമുണ്ടാവും. അപകടം നമ്മുടെ വിഷ്ണുവിനാണെങ്കിൽ അവനെ രക്ഷിക്കാൻ അവന്റെ പാതി തന്നെ അവതരിക്കും. എന്താച്ചാ പോലീസൊക്കെ വന്നു പോകുന്നുണ്ട്. ഹലോ, ഷൺമുഖദാസേ, ഇത് സത്യഭാമയാ. പറഞ്ഞു സത്യമേ. ഷൺമുഖദാസേ, എന്റെ മകൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. എന്തിന്? ഷൺമുഖദാസേ, പോലീസ് സ്റ്റേഷനിൽ കാലുകുത്താൻ പാടില്ല എന്റെ മകൻ. അതിനു മുൻപ് അവനെ ഇവിടെ തിരിച്ചെത്തിക്കണം. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല സത്യമേ. എന്താ? നമ്മുടെ പാർട്ടിയുടെ ഭരണം പോയില്ലേ, ഇപ്പൊ മറ്റോമാരല്ലേ ഭരിക്കുന്നത്. ഷൺമുഖദാസേ, നിങ്ങളെ മുൻ ആഭ്യന്തരമന്ത്രിയല്ലേ? അത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സത്യാമ്മേ. ഇപ്പൊ വെറും MLA, അതും പ്രതിപക്ഷത്ത്. സ്വന്തം പാർട്ടിയിൽ പോലും വിലയില്ല. ഷൺമുഖദാസേ, പോലീസ് മേധാവിയോടോ മറ്റോ നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞ്. പോലീസിലാ സത്യാമ്മേ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ളത്. മന്ത്രിയായിരുന്നപ്പോ നടത്തിയ ചില പരിഷ്കാരങ്ങൾ സർവീസ് സംഘടനകളെ പോലും ശത്രുക്കളാക്കി. പോലീസ് മേധാവിയെ വിളിച്ച് പറയാൻ പോയിട്ട് SI അവരെ പേടിച്ചാ ഞാനിപ്പോ പുറത്തിറങ്ങുന്നത്. അവന്മാരെ ഏതെങ്കിലും കള്ളക്കേസി കൊടുക്കുമെന്നാ ഇപ്പൊ എന്റെ പേടി. സത്യാമ്മ വെച്ചോ, എനിക്കൊരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്. ഷൺമുഖദാസേ, ഏതായാലും നല്ലൊരു വക്കീലിനെ വെക്കാൻ നോക്കൂ സത്യാമ്മേ. ഞാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം പോലീസുകാരുടെ അഴിഞ്ഞോട്ടം ഇവിടെ നടക്കുന്നത്. നടന്നു കയറി ചെല്ലുന്നവരെ ചുമന്ന് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാഴ്ചയാ. സൂക്ഷിച്ചോണേ. വേറൊന്നുമില്ലെങ്കിൽ ഞാൻ വെക്കാം സത്യാമ്മേ. ഹലോ, സത്യാമ്മേ, നമുക്ക് വിഷ്ണുവിനെ ഇറക്കണ്ടേ? മോനെ, അതിന് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടാണോ വിഷ്ണുവിനെ പോലീസിന് വിട്ടുകൊടുത്തത്? അതും ലൈസൻസ് ഇല്ലാത്തൊരു തോക്ക് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട്. നേരത്തെ അതിന് ലൈസൻസ് ഉണ്ടായിരുന്നേ. ലൈസൻസ് റദ്ദാക്കിയെങ്കിൽ ആ വിവരം ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കണ്ടേ? അതൊക്കെ ചോദിച്ചതാ. അതിനൊക്കെ അയാളോരോ ന്യായങ്ങളും പറഞ്ഞു മോനെ. അച്ഛാ, പോലീസിന് പറയാൻ ഓരോ മുട്ടാപ്പോക്കും ന്യായങ്ങൾ ഉണ്ടാവും അച്ഛാ. ആദ്യം അവരൊരാളെ ടാർഗറ്റ് ചെയ്യും, എന്നിട്ട് അയാളെ കൊടുക്കാൻ വേണ്ടി നിയമം അവരുടെ സൗകര്യത്തിന് വളച്ചൊടിക്കും. നമ്മൾ നിയമം അറിയാവുന്നവരാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് വകുപ്പുകൾ തിരിച്ചു ചോദിച്ചാൽ പത്തി താനേ താഴ്ന്നോളൂ. ഈ പോലീസുകാര് വക്കീലന്മാരെ പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താ? അത് തന്നെയാ. എന്റെ പൊന്ന് പിള്ളച്ചേട്ടാ, നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ വിഷ്ണുവിന് അയാളുടെ അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യണമെന്ന്? കുഞ്ഞെ, ഞാൻ അച്ഛാ, വീട്ടിലൊരു വക്കീലുണ്ടായിട്ടും അതിന്റെ വില എന്താണെന്ന് അറിയില്ലല്ലോ. വില അറിയാഞ്ഞിട്ടല്ല മോനെ. അപ്പോഴത്തെ ഒരു വെപ്രാളത്തിലൊന്നും ആലോചിക്കാൻ സമയം കിട്ടില്ലെന്നുള്ള സത്യം. ഭാമയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകാനാ അവര് വന്നത്. അത് കേട്ടപ്പോ തന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയായി. അച്ഛാ, ഇങ്ങനത്തെ തോന്നിയ ദിവസമൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് എന്താ വെള്ളരിക്കപ്പെടണോ? മോനെ, അത് അർജുനങ്ങളെ, അങ്കിളിന് പോലീസിനെ പേടിയില്ലേ?
തെറ്റ് ചെയ്യാത്തതിനെന്തിനാ മോളെ പോലീസിനെ പേടിക്കുന്നത്? എങ്കിൽ അങ്കിൾ ചെന്ന പോലീസുകാരോട് വല്യച്ഛനെ വിടാൻ പറയോ? വല്യച്ഛനൊരു പാവാ, ചീത്ത കുട്ടിയല്ലെന്ന് അങ്കിള് പോലീസിനോട് പറയേ. മോളുടെ വലിയച്ഛനെ അങ്കിള് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. പേടിക്കണ്ട കേട്ടോ. സത്യമേ, നമുക്ക് പോവാം. நான் சொன்ன வேலை கரெக்டா முடியும். எந்த பிரச்சனை இருந்தாலும் நான் பார்த்துக்கிறேன். நீ எதுக்கு கவலைப்படுறேன்? ஆ ஆ நான் கூப்பிடுறேன். முடிஞ்சதா பெரிய கண்ணே? ஆமையா. பார்த்து போ. சுப்பிரமணிய சாரே, என்ன பிரச்சனை? சின்ன பிரச்சனை இருக்கு கவுண்டரே. அது வந்து മലയാളത്തിൽ പറയണം. ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് കാക്കി വേഷമിടുന്ന താനും ഗൗണ്ടർ വേഷം കിട്ടുന്ന ഞാനും തമ്മിൽ എന്തിനായി ഈ ഒളിച്ചു കളി? നമ്മള് രണ്ടുപേരും ജനത്തെ പറ്റിക്കുന്നു. ഇപ്പൊ എന്താ പ്രശ്നം? ഇന്ന് ലോഡ് വിടണ്ട സർ. താൻ കാര്യം പറയും. മരമുറിക്ക് സർക്കാർ അനുവദിച്ച കാലാവധി 3 മാസം മുമ്പ് കഴിഞ്ഞല്ലേ സർ? ഓ, ഈ ബോധോദയം ഇപ്പോഴാ തന്റെ തലയിൽ പൊട്ടി വീഴുന്നത്? ഏടോ, മരം മുറിക്ക് സർക്കാർ അനുവദിച്ച ലൈസൻസ് കാലാവധി എപ്പോ തീർന്നെന്നൊക്കെ എനിക്കും തനിക്കും കൃത്യമായിട്ട് അറിയാം. ലൈസൻസ് കാലാവധി കഴിഞ്ഞും കാട്ടിൽ നിന്നും ആദിവാസി ഊരുകളിൽ നിന്നും കൃഷിഭൂമിയിൽ നിന്നുമൊക്കെ വീട്ടി എവണിയും ഒക്കെ കാടിറങ്ങിപ്പോയിട്ടുണ്ട്. ഒത്തു കിട്ടിയാൽ കൂട്ടത്തിൽ ചന്ദനം. സർക്കാരിനെ പറ്റിച്ച് നടത്തുന്ന കച്ചവടത്തിൽ ലക്ഷങ്ങളല്ല കോടികളാ മറിയുന്നത്. തനിക്കറിയോ? അതിൻ്റെയൊക്കെ വിഹിതം താനടക്കമുള്ള ഓഫീസർമാർക്ക് മുകളിലേക്കും താഴേക്കുമായി കൃത്യമായി അണ്ണാക്കിലേക്ക് തള്ളിത്തരുന്നുണ്ട്. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. താൻ വാ തുറന്ന് പറയണോ? അത് പുതിയൊരു ഓഫീസർ ചാർജ് എടുത്തിട്ടുണ്ട്. ആരാ തന്റെ പുതിയ ഓഫീസർ? ഫോറസ്റ്റ് റേഞ്ചറോ, വിജിലൻസോ, അതോ അങ്ങ് ഡൽഹിയിൽ നിന്നുള്ള CBI ഓഫീസറോ? അത് വായിന്ന് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള പേരാണെങ്കിൽ താൻ പറയണമെന്നില്ല, ഞാൻ നേരിട്ട് കണ്ടോളാം. ഇതുപോലെ ഒരുപാടെണ്ണത്തിനെ കണ്ട് കെണി വെച്ച് പിടിച്ചവനാ വൈരമുത്തു ഗൗണ്ടർ. ഈ ലോറിയിൽ ഇനിയും ലോഡ് കയറാനുണ്ട്. സിരിവിലിപ്പുത്തൂരിലെ മുഴുവൻ തടിയുമായിട്ട് ഈ ലോറി കാടിറങ്ങും. ആരാ തടയുന്നതെന്ന് ഈ വൈരമുത്തു ഒന്ന് കാണട്ടെ. വണ്ടി എടുത്ത് മാറ്റണോ? കയറടാ. എന്റെ പഴനി ആണ്ടവാ. സാർ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇറങ്ങിയിരിക്കുന്നത് പുലിയൊന്നല്ലല്ലോ. പുലിയായിരുന്നെങ്കിൽ ഇത്രയും കുഴപ്പമുണ്ടാവില്ലായിരുന്നു. ശീഘ്രം പോട്രാ. അയ്യാ, ഇവര് എന്ത് ഓഫീസർ? ആരായാലും എന്താടാ? കൊടും വനത്തിലെ മൂർഖം പാമ്പിനെയും മതമിളകി വരുന്ന ഒറ്റയാരെയും നെഞ്ചു പിളർക്കാൻ കുതിച്ചു ചാടുന്ന കരിമ്പുലിയം വരെ മെരുക്കിയിട്ടുണ്ട് ഈ ഗൗണ്ടർ. പിന്നെയാ ഈ ഓഫീസർ. ஐயா, என்னடா அங்க பாருங்க ஐயா. ஐயா, லூஸ் ஆகல. போன் போடுறா. போன் போடுறா.
ഫോൺ അടിക്കണ. അഹങ്കാരി. ആരാടി അഹങ്കാരി? ശാലിനി വിഷ്ണു. വിഷ്ണുവായാലും ബ്രഹ്മാവായാലും നാട് റോഡിൽ കസേരയിട്ടിരുന്നാണോടി നിന്റെ വായനയും പഠിത്തമൊക്കെ? നിന്റെ അച്ഛൻ സമ്പാദിച്ചു തന്നിട്ടുള്ളതാണോ ഈ വഴി? പാലക്കാട്ടുകാരൻ അയ്യാദുരയുടെ മകൻ വൈരമുത്തുവിന് ഗൗണ്ടറുടെ ഫാൻസി ഡ്രസ് വേഷവും കെട്ടി കാട്ടിൽ കയറി മരം മുറിക്കാന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഒരു സിറ്റിസണായ ശാലിനിക്ക് വനത്തിലെ റോഡിന് നടുവിൽ കസേരയിട്ടിരുന്ന് ഒരു ഫയല് നോക്കുകയും ചെയ്യാം. വൈരമുത്തുവിന്റെ അച്ഛന്റെ വകയൊന്നും അല്ലല്ലോ ഈ കാട്. അറ്റവും മൂലയും അറിഞ്ഞു വെച്ചു വെറുതെ വൈരമുത്തുന്റെ മുതുകത്തോട്ട് കുതിര കയറാൻ വരല്ലേ കൊച്ചേ? ഈ കാട്ടിൽ നിന്ന് മരം മുറിക്കാനുള്ള ലൈസൻസ് ഉണ്ടായിട്ട് തന്നെയാ വൈരമുത്തു മരം മുറിക്കുന്നത്. ആ ഫയല് തന്നെയാ വൈരമുത്ത് സാറേ ഞാൻ ഈ നടു റോഡിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് അസൈൻമെന്റ് പട്ടയമുള്ള ഭൂമിന്ന് ചന്ദനം ഒഴികെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ കൈവശക്കാരന് അധികാരം നൽകിക്കൊണ്ടുള്ള ഉത്തരവിന്റെ കാലാവധി ഇന്നേക്ക് 3 മാസം മുമ്പ്, അതായത് 2024 ഏപ്രിൽ 7-ാം തീയതി അവസാനിച്ചല്ലോ. അപ്പൊ നീ ആ സുബ്രഹ്മണ്യൻ സാറ് പറഞ്ഞ പുതിയ ആഫീസർ? എടി കൊച്ചേ, വൈരമുത്തുവിന്റെ ഈ ചെറുവിരലിന്റെ വലിപ്പമല്ലേ ഉള്ളൂ നിനക്ക്? നീ ജനിക്കും മുമ്പേ കാട് കണ്ടവനാടി ഞാൻ. ഫോറസ്റ്റിനോ ഇന്റലിജൻസിനോ വിജിലൻസിനോ എവിടെ നിന്ന് കെട്ടിയിറക്കിയതാണെങ്കിലും അവിടേക്ക് തന്നെ തിരിച്ചുവിട്ടോ ഇപ്പോ ഈ നിമിഷം. പിന്നെ ഫയലിൽ വായിച്ചാൽ നിനക്ക് മനസ്സിലാവാത്ത ചില സംശയങ്ങൾക്ക് കൂടി ഞാൻ അങ്ങ് മറുപടി തന്നേക്കാം. ഇത് അനധികൃതമായി നടത്തുന്ന മരമുറി തന്നെയാ. നീ പറഞ്ഞ സമയമുണ്ടല്ലോ, ഏപ്രിലോ ഫെബ്രുവരിയിലോ ജനുവരിയിലോ, അപ്പ തീർന്നതാ മരം മുറിക്കാനുള്ള ലൈസൻസ് ഒക്കെ. ലൈസൻസ് ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തടി വെട്ടി കാടിറക്കിയിട്ടുണ്ടടി ഞാൻ. നീ ഒട്ടും സംശയിക്കണ്ട. പട്ടയമില്ലാത്ത കാട്ടിന്നും ആദിവാസികളെ കബളിപ്പിച്ചും കർഷകരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയും തന്നെയാടി കോടികളുടെ തിരുമറി ഞാൻ നടത്തിയത്. എന്നാ കൊച്ചു കിട്ടോ? അല്ല, ഈ കാടിത്തിരി മോശമാണ്. അതിനേക്കാൾ മോശമായി ഈ വൈരമുത്തു. നേരമിരുട്ടിയ ഈ രണ്ടിന്റെ സ്വഭാവം മാറും. അങ്ങനെ പോവാൻ വേണ്ടി അല്ല ഗൗണ്ടറെ ശാലിനി വന്നത്. പിന്നെ ഈ ലോറിയും ലോഡും ഞാൻ സീസ് ചെയ്യാണ് വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ്. ഒപ്പം നിങ്ങളെ ഞാൻ പോലീസ് കസ്റ്റഡിക്ക് കൈമാറുകയാണ് വിത്തൗട്ട് ബെയിൽ. നീ ആള് കൊള്ളാമല്ലോടി. സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടുകെട്ടുക എന്നല്ലേ? ഈ ലോറിയിൽ ലോഡ് ഇവിടെ നിന്ന് കെട്ടിവലിച്ചോണ്ട് പോകുമോ നീ? പിന്നെ വൈരമുത്തു ഗൗണ്ടറെ പാർപ്പിക്കാനാണെങ്കിൽ നിന്റെ സർക്കാരുണ്ടാക്കിയ ലോക്കപ്പിനൊക്കെ വലിപ്പം പോരാതെ വരും. കൊച്ചു പേടിക്കണ്ട, കാട്ടുമൃഗങ്ങളൊന്നുമല്ല, അതിനേക്കാൾ അപകടകാരികളായ മനുഷ്യരാ. ഇതൊക്കെ ആരെന്നറിയാമോ? കാഴ്ചയിലെ മരംവെട്ടുകാരാ. കാട്ടിലെ വൈരമുത്തു ഗൗണ്ടറുടെ കാട്ടിനുള്ളിലെ പട്ടാളം കൂടിയായവര്. അറിയോ, ഈ കാട്ടിനുള്ളിൽ വൈരമുത്തു ഗൗണ്ടറുടെ വണ്ടി തടയാൻ ചങ്കുറപ്പുള്ള മൃഗമോ മനുഷ്യരോ ആരുമില്ല. ഗൗണ്ടറുടെ വണ്ടിയുടെ ഹോൺ കാട്ടിൽ മുഴങ്ങുകയാണെന്ന് പറഞ്ഞാൽ അതൊരു സിഗ്നൽ കൂടിയാടി. തടഞ്ഞയാളുടെ വിധി പിന്നെ അവര് തീരുമാനിച്ചോളൂ. എന്നാ ഞാൻ പോയേക്കാം. ബാക്കി സീനൊക്കെ നിങ്ങൾ തമ്മിൽ അയക്കൂ.
ഗൗണ്ടർ അണ്ണന് പോയിട്ട് ഒരല്പ തിരക്കുണ്ട്. വണ്ടിയിൽ ലോഡ് കയറ്റാനുള്ളതാ. വെട്ടിയെറിഞ്ഞ് കാട്ടിനുള്ളിൽ കുഴിച്ചു മൂടാ ഇവളെ. ആ, എന്നിട്ട് മുകളിലൊരു തൈ കൂടെ വെച്ചോ. തേക്ക് തന്നെ ആയിക്കോട്ടെ. നാളെ നമുക്ക് വെട്ടാനുള്ളതല്ലേ. മരമൊരു മരമെന്നാ. Tell them to drop the weapons. I said drop the weapons. എടാ, കത്തിയും കുടുവലും ഒക്കെ താഴെ ഇടില്ലടാ. I repeat, I'm seizing this vehicle and unauthorized materials in it. And you are under arrest. ആരാ മേഡം? Shalini Vishnu IAS. മോശക്കാർക്ക് മുന്നിൽ കാടിനെയും കടലിനെയും കാൾ അപകടകാരി. വൈരമുത്ത് ഗൗണ്ടറെ, വെൽക്കം ടു യുവർ ന്യൂ വേൾഡ്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഡിസ്ട്രിക്ട് കളക്ടർ ആ അധികാരം ഉപയോഗിച്ച് ഈ നിമിഷം നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് Take him in custody and seize that vehicle. യെസ് മാഡം, കൊണ്ടുപോടൂ. ഇങ്ങോട്ട് വേണം. വൈരമുത്ത് ഗൗണ്ടറെ, നല്ലതേ നടക്കൂ. അതെ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഞാനിക്കിനി ഇറങ്ങി ആന അമ്പായി കൊണ്ടുവരണോടാ. നടക്കണ അങ്ങോട്ട്. നടക്ക. അവനെ കൊണ്ടുപോ. നടക്കണ. ആശാനെ, നടക്കണ അങ്ങോട്ട്. നിനക്ക് ഓർമ്മയുണ്ടാണ് ഈ സ്ഥലം? എനിക്ക് മറവി രോഗമൊന്നും ബാധിച്ചിട്ടില്ല ചന്ദ്രബോസേ. ഒരു പക്ഷേ തന്നേക്കാൾ കൂടുതൽ തവണ ഈ സ്ഥലത്ത് വന്നിരിക്കുന്നത് ഞാനായിരിക്കും. അത് താൻ CIT ഇവിടെ ചുമതലയേൽക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ കാണിച്ചിട്ടൊന്നും വിഷ്ണുവിനെ പേടിപ്പിച്ച് കളയല്ലേ ചന്ദ്രബോസേ. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. അന്ന് ഇവിടെ ആയിരുന്നു എൻ്റെ ഓഫീസ്, CI ഓഫീസ്. ഇപ്പോൾ ഇവിടുന്ന് ഞാനങ്ങ് മാറി.
അസിസ്റ്റന്റ് കമ്മീഷണറുടെ AC ഓഫീസിൽ കറങ്ങുന്ന ചെയറില. നീയോ അന്നും ഇന്നും മുക്കാചക്രത്തിന്റെ ഗുണ്ട. അതിനി 6 അല്ല 60 വർഷം കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. നീ ഇങ്ങനെ ഓരോ കേസിലും പെട്ട് സ്റ്റേഷൻ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. നിനക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ഉയരത്തിലേക്കാണ് ഈ ചന്ദ്രബോസ് വളർന്നിരിക്കുന്നത്. എടാ, ഈ നിൽക്കുന്ന SA സോമശേഖരനല്ലേ, അയാൾക്ക് ഒതുക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ നീ ഒന്ന് ഒതുങ്ങുന്നത് കാണാൻ വേണ്ടി മാത്രമാടാ ഞാനിങ്ങ് താഴേക്ക് ഇറങ്ങി വന്നത്. ആ കണ്ടെടുത്ത് ആയുധം കൊണ്ടുവാ. കൊടുക്ക. അത് സത്യാമ്മയുടെ വീട്ടുമുറ്റത്തെ ചാമ്പമരത്തിൽ കായ്ച്ചു വന്നോന്നല്ലോ ചന്ദ്രബോസെ. സർക്കാർ ലൈസൻസോടെ കൈവശം വെച്ചിരുന്നതല്ലേ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ഇത് നിന്നെ പോലെ തന്നെ ആയി പോയില്ലേ. ഇന്നലെ വരെ ലൈസൻസ്ഡ്, ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കാം. ഇപ്പോഴോ അനധികൃതം, പുറത്ത് കാണിക്കാൻ പറ്റില്ല. നിന്നെ പോലെ തന്നെ തടവിൽ. അത് ചന്ദ്രബോസിന് വെറുതെ തോന്നുക. 6 വർഷം കൊണ്ട് ഇയാളങ്ങ് വളർന്ന് പടർന്ന് പന്തലിച്ചൊന്നൊന്നും കരുതിയേക്കല്ലേ. ഇയാള് CI ACP ആയിട്ട് മാറിയാലും ഉള്ളിലെ ചെറ്റത്തരത്തിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. എന്താണോ പറഞ്ഞ? അടങ്ങ് സോമശേഖരൻ. സാറേ, ഇവൻ എന്തൊക്കെയാ സാറിനെ പറ്റി വിളിച്ചു പറയുന്നേ? അവന് പറയാനുള്ള പറയട്ടോ. ഇനി ചിലപ്പോ അവൻ ഇതുപോലൊരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ? നീ പറടാ. പറഞ്ഞല്ല, പ്രവർത്തിച്ചാണ് പരിചയം. കുറച്ചു കാലമായിട്ട് ഞാനതങ്ങ് മാറ്റിവെച്ചിരിക്കുക. നന്നാവാൻ ചെറിയൊരു ശ്രമം. ഇനിയിപ്പൊ നീയൊന്നും അതിന് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനും വിഷ്ണു റെഡിയാ. എടാ, നീയൊക്കെ അങ്ങ് നന്നായി പോയാ പിന്നെ ഈ കഥയ്ക്ക് എന്താണ് രസം? വളരെ മോശക്കാരനും തെമ്മാടിയുമായൊരു പോലീസ് ഓഫീസർ. എല്ലാ അർത്ഥത്തിലും അയാൾ ജനങ്ങൾക്കൊരു ഭീഷണിയാണ്. പാവപ്പെട്ട ജനം അയാളുടെ ഉരുക്ക് മുഷ്ടിയിൽ കിടന്ന് ഞെരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു നേതാവ് ഉദയം ചെയ്യുന്നു. ഒരൊറ്റയാൾ പട്ടാളം, ജനസമ്മതൻ, ആദർശധീരൻ. പിന്നെ അവർ തമ്മിലുള്ള പോരാട്ടം. ഏറ്റവും ഒടുവിൽ അഴിമതിക്കാരനായ പോലീസ് ഓഫീസർ നമ്മുടെ ജനപ്രിയനായ നേതാവിന്റെ കാൽക്കൽ ചെന്ന് വീണിട്ട് സംസ്ഥാപരാധം പറയുന്നു. ഇങ്ങനെയൊക്കെയല്ലേടാ സ്ക്രിപ്റ്റ് പോകേണ്ടത്. പക്ഷേ ക്ലൈമാക്സിൽ ചെറിയൊരു മാറ്റമുണ്ട് വിഷ്ണു. മുൻ വൈരാഗ്യത്തെ തുടർന്ന് വില്ലനായ പോലീസ് ഓഫീസർ നായകനെ അറസ്റ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ഏറ്റുമുട്ടലിനിടെ നായകൻ കൊല്ലപ്പെടും. ഇത് സത്യഭാമയ്ക്ക് വിരിച്ച വലയല്ലടാ. അതിലേക്ക് നീ തന്നെ വന്ന് വീഴുവന്ന് കണക്കുകൂട്ടി വെച്ച കെണിയാടാ. സത്യാമേ, കാര്യങ്ങൾ ഇത്തിരി കുഴപ്പത്തില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും വിഷ്ണു ആശാനെ പുറത്തിറക്കിക്കൊണ്ട് പോകാൻ നോക്ക്. ഇവിടെ ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ലോക്കപ്പിൽ കെട്ടിത്തൂക്കിയാലോ എന്നൊക്കെ ചർച്ച ചെയ്യുന്നത് കേട്ടു. അയ്യോ, അല്പം പേടിച്ചു അല്ലേ? കടല് കണ്ട പേടിക്കില്ല. പിന്നെ ചന്ദ്രബോസെ, ഇയാളുടെ സ്ക്രിപ്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറൈറ്റി ആയിട്ടു. പക്ഷേ
ഡയറക്ഷനിൽ താൻ തോറ്റു. കാരണം അതിനുള്ള പരിചയവും നട്ടലുറപ്പൊന്നും തനിക്കില്ല. ഇവിടെ ഇപ്പോൾ ആശാനോടോ സത്യാമ്മയോടോ സ്നേഹമുള്ള ആരും തന്നെയില്ല. സോമശേഖരൻ്റെ കാര്യം അറിയാമല്ലോ, പണ്ടേ വിഷ്ണു ആശാനോട് കലിപ്പ. ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ മാറ്റിയിട്ട് നല്ല കറ കളഞ്ഞ ക്രിമിനൽ പോലീസിനെ ഇറക്കുമതി ചെയ്തിരിക്കുന്നു. ലോക്കപ്പ് പീഡനത്തിലും കസ്റ്റഡി മരണത്തിലും ഒക്കെ പ്രതികളായവർ പോലീസ് യൂണിഫോമിലുള്ള കൊട്ടേഷൻ സംഘം. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ സത്യാമേ വിഷ്ണു ആശാന്റെ ചുറ്റുമുള്ളത്. ACP അല്ല, അതിന് മുകളിലുള്ള റാങ്കിലുള്ള കുപ്പായോട്ടാലും തൻ്റെ രക്തഗുണം മാറാൻ പോകുന്നില്ല ചന്ദ്രബോസെ. പൂച്ചയ്ക്ക് കമ്മലിട്ട പോലെ അതും തൂക്കിയിട്ടങ്ങ് നടക്കാന്ന് മാത്രം. പക്ഷെ നിന്റെ ഈ കയ്യിലുള്ള തോക്കുണ്ടല്ലോ, അതുപോലെയാ വിഷ്ണു. ഒരാളുടെ ജീവൻ എടുക്കാൻ അതിന് ലൈസൻസ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതെപ്പോ വേണമെങ്കിലും പൊട്ടും. പക്ഷെ തോക്കിൽ ഉണ്ട വേണമെന്ന് മാത്രം. എങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കിയാലോടാ. തോക്കിൽ ഉണ്ടെങ്കിൽ പൊട്ടും ചന്ദ്രബോസെ. എന്നങ്ങ് പൊട്ടിച്ചേക്കട്ടടാ. ഒന്ന് പൊട്ടിച്ചു നോക്ക് ചന്ദ്രബോസെ. ഉണ്ട വേണം, വെടിമരുന്ന്. അത് ചോരയിൽ വേണം. അതിനാ രക്തഗുണമെന്ന് പറയുന്നേ. എന്താ സത്യം വിഷ്ണു? എന്താ വിഷ്ണു? അമ്മ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നിൽക്കണം. നിങ്ങളുടെ മകന്റെ ചങ്കിന്റെ ഒരു ഓട്ടയിടാൻ നോക്കിയതാ സത്യഭാമേ. അവന്റെ തിളപ്പ് ഇതുവരെ തീർന്നിട്ടില്ല. അതങ്ങനെ വരൂ ചന്ദ്രബോസെ. ഇതേ സത്യഭാമയുടെ മകനാ. ഈ ഡയലോഗ് കുറച്ചു മുമ്പ് കേട്ടല്ലേ ഉള്ളൂ, അല്പം മുമ്പ് കണ്ടല്ലേ ഉള്ളൂ നമ്മൾ തമ്മില്. പിന്നെ എന്തിനാണാവോ തമ്പുരാട്ടി ഇങ്ങോട്ട് തിരുവെഴുന്നള്ളത്ത് നടത്തിയത്? മര്യാദയ്ക്ക് സംസാരിക്കണം മിസ്റ്റർ ACP. വിഷ്ണുവിനെ ജാമ്യത്തിലെടുക്കാനാണ് ഞങ്ങൾ വന്നത്. ഇപ്പൊ മനസ്സിലായി, വക്കീൽ സാർ. പരിഹസിക്കുകയാണോ നിങ്ങൾ? അയ്യോ, വക്കീൽ സാറിനൊക്കെ ഞാൻ പരിഹസിക്കാനോ? ഈ നീതിന്യായ വ്യവസ്ഥയോടൊക്കെ വലിയ ആദരവ് പുലർത്തുന്ന ആളാ ഞാൻ. സാറിന്റെ ജോലി ചെയ്യാനല്ലേ വന്നേ, ചെയ്തോ. വിഷ്ണുവിനെ ജാമ്യത്തിൽ വിട്ടയക്കണം വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. അയ്യോ, അതിനുള്ള അധികാരമൊന്നും നമുക്കില്ലേ. നമ്മുടെ പാവം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അങ്ങോട്ട് ചോദിച്ചാട്ടെ. അതിന് ഇയാളുടെ ചെവി പൊട്ടിയൊന്നുമല്ലല്ലോ. ഞാൻ ചോദിച്ചത് കേട്ട് കാണും. പ്രതിയെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല. ഏത് സെക്ഷൻ പ്രകാരമാണ് വിഷ്ണുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്? അത് പറയണം മിസ്റ്റർ. തന്റെ കക്ഷിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പ് എന്താണെന്ന് അറിയാൻ ഒരു അഡ്വക്കേറ്റിന് അവകാശമുണ്ട്. ഏതോ പോലീസിനെ നാണം കെടുത്താതോ. സെക്ഷൻ 24A and 24B എന്താ പോരെ? അത് ബെയിലബിൾ ആണല്ലോ, ജാമ്യം കിട്ടാവുന്ന വകുപ്പ്. വിടാൻ സൗകര്യമില്ലെന്ന് പറയണോ?